ഈ കോൺഗ്രസിന്റെ നാണക്കെട്ട നടപടികൾ തുറന്നു പറയാൻ ഇന്ന് കേരളത്തിലുള്ള ഒരാൾ എ കെ ആന്റണിയാണ്. കോൺഗ്രസിന്റെ എല്ലാ കൊള്ളരുതായ്മകളും തുറന്നു പറയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കും എന്ന് പറയുന്നതിന് പകരം അതിനു മുമ്പ് നിങ്ങളത് തുറന്നു പറയണം. ഇപ്പൊ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വയനാട്ടിലതാണ്, അത് പറയാതിരിക്കാൻ പറ്റൂല. മുത്തങ്ങയാണ്. മുത്തങ്ങയിൽ പോലീസ് വെടിവെച്ച് നമ്മുടെ മാനന്തവാടി സ്വദേശിയായ ആദിവാസി ജഗ്ഗുവിനെ ജീവൻ നഷ്ടപ്പെടുത്തിയത് ആന്റണി അക്കാലത്ത് ഭരിക്കുന്ന സന്ദർഭത്തിലാണ്, പോലീസിന്റെ വെടിവെപ്പിലാണ്. അതുപോലെയാണ് ശിവഗിരിയിലും. പോലീസ് കയറി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായ സന്യാസിമാരെ തല്ലി കാലും കൈയും അടിച്ചു പൊട്ടിച്ചു. ആന്റണി പറഞ്ഞ എന്താ? ഈ രണ്ട് സംഭവത്തിലും ഞാൻ ദുഃഖിക്കുന്നു. ആ ആന്റണിയെ വയനാട്ടിൽ വിളിച്ചു കൊണ്ടുവരണം. വിജയനും മകനും ജോസും രാജേന്ദ്രൻ നായരും ജോണും എല്ലാം ആത്മഹത്യ ചെയ്തതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. അതല്ലേ പറയുക അദ്ദേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ, എ കെ ആന്റണി ഭരിക്കുമ്പോൾ ആദിവാസികൾ ഭൂമിക്ക് ചോദിച്ചപ്പോൾ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന UDF-ഉം ആദിവാസികൾക്ക് ഭൂമി നൽകിയ ഇടതുപക്ഷവും, ഇത് രണ്ടിൽ രണ്ട് പക്ഷമാണ്. ശിവഗിരിയിലാണെങ്കിൽ സന്യാസി വര്യന്മാരെ വേട്ടയാടാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഈ കൂട്ടർക്ക്. മാറാടാണെങ്കിൽ ആന്റണിയുടെ ഭരണകാലത്താണ് വർഗീയ കലാപം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് ഇന്ന് അകപ്പെട്ട അപജയവും ജീർണതയും കോൺഗ്രസിന്റെ മുഖമുദ്രയാണ്. ഇനി ആ നിയമസഭയിൽ രാഹുൽ എങ്ങനെയാണ് കയറി കൂടുക? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ കയറിയത്. ഉടൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇറങ്ങി പോടാ കഴുതേ എന്നാണ് ആ കുറിപ്പിലുള്ളത് എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസുകാർ വാച്ചേൻപാട് മുഖേന കൊടുത്ത കുറിപ്പിലാണ് പറയുന്നത്. നമ്മൾ മുമ്പ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചിലയിടങ്ങളിൽ പരിപാടിക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ സ്ത്രീകൾ പുറത്തേക്ക് കുറ്റിച്ചൂലെടുത്ത് വരുമായിരുന്നു.